ഹായ് ഫ്രണ്ട്സ്, അന്ന് പെയ്ത മഴയിൽ കാറ്റത്ത് ഒരുപാട് മാങ്ങകൾ കിട്ടിയാൽ എന്തു ചെയ്യും നോക്കാം. നമുക്ക് വെറൈറ്റി മാംഗോ ഡിഷ്. ആഞ്ഞടിച്ച കാറ്റ്, വേനൽ മഴയിൽ അടിച്ചു തിമിർത്ത കാറ്റിൽ വീണുടഞ്ഞ മാങ്ങകൾ. ഓഫീസിന് സമീപമുള്ള മാവിൽ നിന്ന് ഒരുപാട് മാങ്ങകൾ ഒരുമിച്ച് വീണു. ഞാനത് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നു. എന്തു ചെയ്യാം എന്ന് നോക്കാം. എന്തൊക്കെ ചെയ്യാം എന്നുകൂടി നോക്കാം. വീണുടഞ്ഞ ഭാഗങ്ങളെല്ലാം ചെത്തിമാറ്റി കഴുകി വൃത്തിയാക്കി അതിൽ നല്ല പീസുകൾ നീളത്തിലരിഞ്ഞ്, ചെനഞ്ഞ മാങ്ങ ചതുരത്തിലരിഞ്ഞ്, ബാക്കിയുള്ള പീസുകൾ തുണ്ടു തുണ്ടായി അരിഞ്ഞ് മാറ്റുക. ഇതുപോലെ പണ്ടുകാലത്ത് മാവിൽ കല്ലെറിഞ്ഞ് വീഴ്ത്തി മാങ്ങ പെറുക്കുന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാലക്കാട്ടുകാർ മൂച്ചിമരം എന്നൊക്കെയാണ് പറയുക, മാവ് എന്നൊന്നും പറയില്ല. അതൊക്കെ ഇപ്പം കിട്ടിയ വീടുകളാണ്. മൂച്ചിമരം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് മാവിന് വേറെ പേര്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നീളത്തിലരിഞ്ഞ മാങ്ങ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണമാവുന്ന പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചെനഞ്ഞ മാങ്ങ ചതുരത്തിലരിഞ്ഞ് ഓരോന്നായി മാറ്റി വയ്ക്കുക. കട്ട് ചെയ്ത ഓരോ ഷേപ്പിലുള്ള മാങ്ങകളും വേറെ വേറെ പാത്രത്തിലാക്കുക. അതായത് ചെനഞ്ഞ മാങ്ങ, നീളത്തിലരിഞ്ഞ മാങ്ങ, കറുമുറ അരിഞ്ഞ മാങ്ങ എല്ലാം വേറെ വേറെ പാത്രത്തിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 4 ടൈപ്പ് ഓഫ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ 3 നമുക്ക് ഇവിടെ കാണിക്കാം, ഒരെണ്ണം നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഇടുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിഷിന് വേണ്ടി കുറച്ച് നല്ല പച്ചമുളക് പാലക്കാടിൽ നിന്ന് കൊണ്ടുവന്ന് പച്ചമുളക് ചുവപ്പ് കളർ അടിച്ചു. ഇത് അവിടെ മാത്രമേ കാണാറുള്ളൂ, ഈ ഉണ്ടമുളക്. സാധാരണ ബാംഗ്ലൂരൊന്നും കിട്ടാറില്ല. കഴുകി വൃത്തിയാക്കിയ പച്ചമുളക് നീളത്തിലരിയുക. ഈ അരിയുന്ന പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പിലിട്ട മാങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ്. ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ ഒരു കുടം വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാങ്ങ ഉപ്പിലിടാനായി നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ തോല് ചെത്തിക്കളയാം. ഒരുപാടൊന്നും ചെത്തണമെന്നില്ല, കുറച്ച്. അതായത് ഒരുപാട് കട്ടിയുള്ള തോലുകൾ മാത്രം ചെത്തി നമുക്ക് നീളത്തിൽ കുനുകുനീന്നരിഞ്ഞെടുക്കാം. പച്ചമുളകും ഇഞ്ചിയുടെ ടേസ്റ്റും മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ ചേർന്ന് മാങ്ങ ഉപ്പിലിട്ടാലുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ടേ മാങ്ങ ഉപ്പിലിട്ടത് എടുത്ത് കഴിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെ എന്ന് നോക്കാം. മാങ്ങ ഉപ്പിലിടാനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുപ്പിയുടെ ജാറോ അല്ലെങ്കിൽ ഭരണിയോ ആണ്. അപ്പം കുപ്പിയുടെ ജാറിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ചേർക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂണ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചൂടാക്കി തണുപ്പിച്ച്, അതായത് തിളപ്പിച്ച് വെച്ച വെള്ളം നന്നായി റൂം ടെമ്പറേച്ചറിൽ തണുത്ത ശേഷം അതിലേക്ക് ഒഴിച്ച് ചേർക്കുക. അതിനുശേഷം കുറച്ച് സുർക്ക എന്ന് വെച്ചാൽ വിനേഗർ കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ റെഡിയാവും. കുറച്ച് ചെനഞ്ഞു എന്ന് തോന്നുന്ന മാങ്ങ ചതുരത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതിലേക്ക് 2 സ്പൂണ് ചെറിയ സ്പൂണ് കൊണ്ട് ഉപ്പും 1.5 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. മാങ്ങ മുളകിട്ടത് എന്നൊക്കെ പറയാം. അതായത് മാങ്ങയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി അവസാനം കുറച്ച് വെളിച്ചെണ്ണ അതിന് മേലേക്ക് തൂകി ഒന്ന് ഇളക്കി റെഡിയാക്കിയാൽ അടിപൊളി മുളക് മാങ്ങ റെഡിയായി.
മുളക് മാങ്ങയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ആഹാ. എന്നാൽ പിന്നെ മൂന്നാമത്തെ ഡിഷ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ കറുമുറേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ഒരു മൂടി തേങ്ങ, അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് തേങ്ങാ മാങ്ങ ചമ്മന്തി. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. കുനി അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് 2-3 ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വേണമെങ്കിൽ 2 കഷ്ണം ആക്കാം, വലിയ വലിയ പീസുകൾ. ബാക്കി അങ്ങനെ മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 2-3 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടിയാണ് ചേർക്കാനുള്ളത്. നമ്മുടെ പാലക്കാടൻ പച്ചമുളക് ഉണ്ട, കളറ് മാറാത്തത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ, തേങ്ങ, ഉപ്പ്, പച്ചമുളക് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, തേങ്ങാ മാങ്ങ ചമ്മന്തി. 4ാമത്തെ ഡിഷായ മാങ്ങയും പരിപ്പും നമുക്ക് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ണാൻ ആഹാ എന്താ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ഒരുപാട് മാങ്ങ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ എന്ത് ചെയ്യും, എങ്ങനെ കഴിക്കും? അപ്പം കുറച്ച് പഴങ്കഞ്ഞിയിൽ 2 ചെറിയുള്ളിയും 1 പച്ചമുളകും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ആഹാ, പഴങ്കഞ്ഞി, വെള്ളച്ചോറ് എന്നൊക്കെ ഞങ്ങൾ പറയും. അതിങ്ങനെ പെനഞ്ഞ് 2 കഷ്ണം മാങ്ങാപ്പൂളും എടുത്തിട്ട് ചോറുണ്ണാൻ ആഹാ എന്ത് രുചിയാണ്. പഴയ കാലം. താങ്ക് യു.